ടോട്ടൽ എനർജി ലൈൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അവിടുത്തെ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ദ കനാൽ ബെഡ് അറ്റ് സെക്ഷൻ 2 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ 1.6 എന്ന് പറഞ്ഞ വാട്ടർ ഡെപ്ത് അതൊന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 206 കിട്ടി, 206.373 കിട്ടി. അപ്പോൾ സെക്ഷൻ 2ൻ്റെ എല്ലാതും നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി സെക്ഷൻ 1ൻ്റെ ആണ്. സെക്ഷൻ 1ൻ്റെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ സെക്ഷൻ 2ൻ്റെ ആണ്. അതിൻ്റെ ടോട്ടൽ എനർജി ലൈൻ കിട്ടി, അതേപോലെ വാട്ടർ ലെവൽ കിട്ടി, അതേപോലെ ബെഡ് ലെവൽ കിട്ടി. ഇനി സെക്ഷൻ 1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്ഷൻ 2ൻ്റെ റെഡ്യൂസ് ലെവൽ ഓഫ് ദ ടോട്ടൽ എനർജി ലൈൻ്റെ കൂടെ ഹെഡ് ലോസ് കൊടുക്കണം. ഇവിടുന്ന് 1 നിന്ന് 2ലേക്ക് വന്ന ഹെഡ് ലോസ് എത്രയാണോ അത് കണ്ടുപിടിച്ച് നമുക്ക് അതാണ് അവിടെ കൊടുക്കേണ്ടത്. നമ്മൾ മുമ്പത്തേലെ എക്സ്പാൻഷൻ്റെ അവിടെ ഹെഡ് ലോസ് കണ്ടിരുന്നു. അതേപോലെ കോൺട്രാക്ഷൻ്റെ ഹെഡ് ലോസ് കാണാനുള്ള ഇക്വേഷനാണിത്. HL = 0.2 × V2² - V1² 2G. V1 നിന്ന് V2ലേക്ക് വരുമ്പോൾ വരുന്ന ഹെഡ് ലോസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ V2ഉം V3യും സെയിം ആണ്. എന്താണ്? V2ഉം V3 എന്ന് പറഞ്ഞാൽ 2 സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ സെക്ഷൻ വരുന്നതാണ്. അപ്പോൾ അത് രണ്ടും സെയിം ആയിരിക്കും. ആ 2 വാല്യൂസും അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ V3 കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ V2 എത്രയാണെന്നുള്ളത് കിട്ടി. പിന്നെ V1 നമ്മളിവിടെ കണ്ടുപിടിച്ചു, Q/A വെച്ചിട്ട് V1 കണ്ടുപിടിച്ചു. അപ്പം നമ്മളിവിടെ V2² - V1² അവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 0.2 അപ്പോൾ നമുക്ക് 0.022 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ടോട്ടൽ എനർജി ലൈൻ അറ്റ് 2ൻ്റെ കൂടെ ഈ ഹെഡ് ലോസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ എനർജി ലൈൻ അറ്റ് 1 അതാണ് 208.115 പ്ലസ് 0.022 അപ്പോൾ 208.137 കിട്ടി നമുക്ക്. ഇനി നെക്സ്റ്റ് കിട്ടുന്നത് എന്താ? അവിടുത്തെ തന്നെ 1 എന്ന് പറയുന്ന സെക്ഷനിലത്തെ വാട്ടർ സർഫസിന്റെ റെഡ്യൂസ് ലെവലാണ് കിട്ടേണ്ടത്. അപ്പോൾ ടോട്ടൽ എനർജി ലൈനിന്ന് V1² 2G നമുക്കതൊന്ന് മൈനസ് ചെയ്യണം. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് തന്നെയാണ്. V4 കണ്ടുപിടിച്ചത് അത് ആ വാല്യൂ തന്നെയാണ് ഇവിടെയും വരിക. V1ഉം V4ഉം സെയിം ആയിരിക്കും, V2ഉം V3യും സെയിം ആയിരിക്കും. അപ്പോൾ ആ മുമ്പത്തെ വാല്യൂ തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ അത് മൈനസ് ചെയ്തു, അപ്പോൾ ആ വാല്യൂ കിട്ടി. ഇനി ബെഡ് ലെവൽ കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിന്ന് 1.6 വാട്ടറിന്റെ ഡെപ്ത് മൈനസ് ചെയ്യണം. അപ്പോൾ 206 കിട്ടി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിത് അവസാനം പ്ലോട്ട് ചെയ്യണം. വെറുതെ വാല്യൂസ് കണ്ടുവെച്ചാൽ പോരാ, ഇതേപോലെ ലൈൻ വരച്ചിട്ട് നമുക്ക് കാണണം. സെക്ഷൻ 1, 2, 3, 4 അതിൻ്റെ ബെഡ് ലെവല്, അതേപോലെ വാട്ടർ സർഫസ് ലെവല്, അതേപോലെ ടോട്ടൽ എനർജി ലൈൻ എന്നിട്ട് മാർക്ക് ചെയ്യുക. അതിൽ 4ൻ്റെ കിട്ടിയ വാല്യൂസ്, അത് കഴിഞ്ഞാൽ 3ൽ ഇത് കിട്ടി. പിന്നെ അതൊന്ന് ഇതും കണ്ടുപിടിച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ ഇവിടുത്തെ ഹെഡ് ലോസ് ആഡ് ചെയ്താൽ ഇത് കിട്ടും. ഇതിന്ന് V² 2G മൈനസ് ചെയ്താൽ കിട്ടും, വാട്ടർ ഡെപ്ത് മൈനസ് ചെയ്തത് കിട്ടും. ഇതിന്ന് ഫ്രിക്ഷൻ ലോസ് ആഡ് ചെയ്താൽ ഇവിടെ കിട്ടും. അതൊന്ന് വാട്ടർ വെലോസിറ്റി ഹെഡ് കുറച്ചാൽ ഇത് കിട്ടും, അതൊന്ന് വാട്ടർ ഡെപ്ത് കുറച്ചാൽ ഇത് കിട്ടും. ഇതാണ് നമ്മുടെ 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഡിസൈൻ ഓഫ് ബെഡ് ലെവൽ അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻസ്. ഇനി നമ്മുടെ 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ട്രാൻസിഷൻസ്. ഇവിടെ ട്രാൻസിഷൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് 2 ട്രാൻസിഷൻസ് ആണുള്ളത്. കോൺട്രാക്ഷൻ ട്രാൻസിഷനും അതേപോലെ എക്സ്പാൻഷനും. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 30 മീറ്റർ ആണ് ശരിക്കും നോർമൽ ഡെപ്ത്, അതാണ് ഇവിടെ 30 മീറ്റർ. അവിടെ നിന്ന് 15 ആയിട്ട് ഇത് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസിഷനും അതേപോലെ 15ൻ്റെ അവിടെ നിന്ന് 30 മീറ്റർ കഴിഞ്ഞ് പോകുമ്പോൾ 30 മീറ്റർ ആയിട്ട് നോർമലായിട്ട് പോകുന്നത് അവിടെ എക്സ്പാൻഷനാണുള്ളത്. അപ്പോൾ ഈ 2 ട്രാൻസിഷൻസ് അവിടെ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിഷൻ ഓരോ പർട്ടിക്കുലർ ഡിസ്റ്റൻസിലും എത്രയാണ് നമ്മുടെ വരുന്ന ലെങ്ത് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മളിത് കാണാനായിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് മിട്രാസ് ഹൈപ്പർബോളിക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ആ ഇക്വേഷനാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് BX is equal to B0 into അല്ലെങ്കിൽ BN into BF into LF divided by BN into LF minus X into BN minus BF. ഇതിൽ ഈ BN എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കാണിച്ചിരിക്കുന്നത് BN കാണിച്ചിരിക്കുന്നത് നോർമൽ വിഡ്ത്ത് അറ്റ് ദ കനാൽ സെക്ഷൻ. ഓൾറെഡി ഉള്ള നോർമലായിട്ട് തന്നിട്ടുള്ള വിഡ്ത്ത് ഇത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. എത്ര വിഡ്ത്താണ് ഇതിൻ്റെ കനാൽ ഇത്ര വിഡ്ത്താണെന്നുള്ളത് തന്നിട്ടുണ്ടാവും. അത് 30 ആണ് നോർമൽ വിഡ്ത്ത്. അതേപോലെ BF എന്ന് പറയുന്നത് ഫ്ലൂംഡ് വിഡ്ത്ത് ഓഫ് ദ കനാൽ സെക്ഷൻ. ഈ നോർമൽ വിഡ്ത്ത് എത്രയായിട്ടാണ് അത് ചുരുങ്ങിയത്, ഫ്ലൂം ആയത് എത്രയാണ്. അപ്പോൾ ഇവിടെ 15 മീറ്റർ ആണ്. അതേപോലെ LF എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ, എത്ര ഡിസ്റ്റൻസിലാണ് ഇത് ട്രാൻസിഷൻ സംഭവിച്ചത്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഡിസൈൻ ഓഫ് കനാൽ വാട്ടർ വേയിൽ നമ്മൾ ഈ ഡിസ്റ്റൻസുകൾ ഇവിടെ 15 ആണുള്ളതും ഇവിടെ 22.5 ആണുള്ളതും ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ അതാണ് LF എന്ന് പറയുന്നത്. ഇനി
ഇതിൽ ഉള്ള ടേം എന്ന് പറയണത് ഒക്കെ പറഞ്ഞില്ലേ. ഇനി എക്സ് എന്ന് പറയണത് എത്ര ഡിസ്റ്റൻസ്, ഇപ്പോൾ ഈ ഫ്ലൂംഡ് സെക്ഷനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്നുള്ളതാണ് എക്സ്. നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നത് ബി എല്ലാം ഡിനോട്ട് ചെയ്യണത് വിഡ്ത്താണ്. ഇവിടെ നോർമൽ ബേസ് വിഡ്ത്ത്, നോർമൽ വിഡ്ത്ത്, അതേപോലെ ഫ്ലൂംഡ് വിഡ്ത്ത്, അതാണ് ബി എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. എൽ ഇതിൽ ഡിനോട്ട് ചെയ്യണത് ലെങ്ത്തിനെയാണ്. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ, ബി എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് വിഡ്ത്ത് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. ഈ നോർമൽ ഫ്ലൂംഡ് സെക്ഷൻ്റെ അവിടെ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ വിഡ്ത്ത് അതാണ് ബി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ബി എൻ നോർമൽ വിഡ്ത്ത് 30 മീറ്റർ ആണ്, ബി എഫ് ഫ്ലൂംഡ് വിഡ്ത്ത് 15 മീറ്റർ ആണ്, എൽ എഫ് ഇവിടെ ട്രാൻസിഷൻ വരുന്നത് 15 മീറ്റർ ആണ്. അതേപോലെ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എക്സിന്റെ വാല്യൂ ആണ് മാറി മാറി വരിക. അപ്പോൾ നമ്മൾ ആദ്യം ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സ് മാത്രമുള്ള ഒരു ടേം ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടി. നമുക്കിവിടെ 450 / 30 - x എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇനി ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഒരു പർട്ടിക്കുലർ എക്സിന് വരുന്ന കറസ്പോണ്ടിങ് വിഡ്ത്തുകൾ എത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ എക്സുകളുടെ വാല്യൂ 0, 2, 4, 6, 8, 10, 12, 14, 15 എക്സുകൾ എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസുകളാണ്. അപ്പോൾ മാക്സിമം ഈ പോയിന്റിലാണെങ്കിൽ എക്സ് എന്താ 0 ആയിരിക്കും വരിക. അതേപോലെ ഈ പോയിന്റ് ആണ് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ അവിടുത്തെ എക്സ് എത്രയായിരിക്കും, 15 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണ്, 15 ആണ്. അപ്പോൾ ഇവിടുന്ന് എത്രയാണ് മാക്സിമം നീങ്ങാൻ, 15 വരെ നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് 0 തൊട്ട് 15 വരെ നീങ്ങുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വിഡ്ത്തുകൾ, ഈ വിഡ്ത്തുകളാണ് നമ്മളിവിടെ ഇക്വേഷനിൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം എക്സിൻ്റെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വിഡ്ത്ത് എക്സ് 0 എന്ന് പറഞ്ഞാൽ ഏതാ, ഇതാണ് സെക്ഷൻ. ഇവിടെ എത്രയാണ് വിഡ്ത്ത്, 15 തന്നെയാണ്. ഇനി എക്സ് 2 കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 2 മീറ്റർ നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ വിഡ്ത്ത് എത്രയാണ്. അപ്പോൾ എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ 16.07 കിട്ടും. അപ്പോൾ ഇവിടുന്ന് എക്സ് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വിഡ്ത്ത് 16 ആണ്. ഇനി നെക്സ്റ്റ് എക്സ് = 4 മീറ്റർ നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വിഡ്ത്ത് എത്രയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ചു. ലാസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എത്രയാണ്, x = 15 എന്ന് പറയുന്നത് ഏതാ, ഈ ലൈനാണ്. x = 15 ആണ് ഇവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ വിഡ്ത്ത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടണം, 30 തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോൾ എക്സുകളുടെ വാല്യൂ 0 തൊട്ട് 15 വരെ മാറും. അതേപോലെ ബി എക്സുകളുടെ വാല്യൂ 15 മീറ്റർ തൊട്ട് 30 മീറ്റർ വരെ വരും. ഇതിൻ്റെ ഇടയിൽ തന്നെ വരുള്ളൂ. എന്നുവെച്ചാൽ ഇതിനും കൂടുതൽ വരില്ല. ഇവിടെ മിനിമം 15 ഉണ്ട്, മാക്സിമം 30. ഇതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ വിഡ്ത്ത് കടക്കാൻ പറ്റില്ല അല്ലേ. ഇവിടുത്തെ മാക്സിമം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 13 ആണ്, ഇവിടുത്തെ മിനിമം എന്ന് പറഞ്ഞാൽ 15 ആണ്. അതിൻ്റെ ഇടയിൽ തന്നെ ആയിരിക്കണം എപ്പോഴും വിഡ്ത്തുകൾ വരിക. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്. ഓരോ പർട്ടിക്കുലർ ഡിസ്റ്റൻസുകളിൽ വരുന്ന എക്സുകളുടെ വാല്യൂ എത്രയാണ്. ഇത് 4 കോൺട്രാക്ഷൻ ആണ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എക്സ്പാൻഷൻ്റെയും കാണണം. ഫോർ എക്സ്പാൻഷൻ എങ്ങനെയാണ് നമ്മുടെ ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും നമ്മുടെ വാല്യൂസ് ബി എൻ നോർമൽ വിഡ്ത്ത് 30 തന്നെയാണ്, ഫ്ലൂംഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 15 ആണ്. ഇവിടെ എൽ എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ. ഇവിടെ 15 ആണെങ്കിൽ ഇവിടെ 22.5 ആണ്. അപ്പോൾ ഈ ലെങ്ത് മാറുന്നുണ്ട് ഇവിടെ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും. എക്സ് ഉള്ള ഒരു ഇക്വേഷൻ. ഇതിലും എക്സ് എന്ത് കൊടുക്കണം, 0 തൊട്ട് 22.5 വരെയാണ് ഇവിടെ എക്സ് മാറുക. ഇവിടെ എക്സ് കൺസിഡർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ഫ്ലൂംഡ് പോർഷനിൽ എത്ര നീങ്ങിയിട്ടാണ് എക്സ് എന്നുള്ളത്. അപ്പോൾ ആദ്യം x = 0 എന്ന് പറയുമ്പോൾ ഈ ലൈനിലാണ്. പിന്നെ x = 22.5 ആണ് ഏറ്റവും മാക്സിമം. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 30 ആണ്. അപ്പോൾ ഇവിടെ വിഡ്ത്തുകൾ 15 തൊട്ട് 30യുടെ ഉള്ളിൽ തന്നെയായിരിക്കും വിഡ്ത്തുകൾ വരിക. 15 തൊട്ട് 30 വരെ ഉള്ളിലാണ് വിഡ്ത്തുകൾ വരിക. എക്സിൻ്റെ വാല്യൂ 0 തൊട്ട് 22.5 വരെ. അപ്പോൾ ഇത് ഇങ്ങനെ ടേബിൾ ആക്കിയിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ ഇതാണ് ഈ സ്റ്റെപ്പിൽ നമുക്ക് ഇതാണ് ചെയ്യാനുള്ള ഡിസൈൻ ഓഫ് ദ ട്രാൻസിഷൻ എന്നുള്ളത് പറയണത്. രണ്ടും ചെയ്യണം, കോൺട്രാക്ഷൻ ചെയ്യണം, എക്സ്പാൻഷനും ചെയ്യണം. ഇനി നെക്സ്റ്റ് ഡിസൈൻ ഓഫ് ദ ട്രഫ്. ഇവിടെ ട്രഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പോർഷനാണ്, കനാലിൽ വെള്ളം ഒഴുകുന്ന പോർഷൻ, മുകളിലത്തെ കനാലിൽ വെള്ളം ഒഴുകുന്ന പോർഷൻ. അപ്പോൾ ഇതിൽ ഓരോ കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് വെള്ളം ഒഴുകുക. വെച്ചാൽ ഇതെല്ലാം കൂടെ ഒറ്റ ഇതിലല്ല കനാലിൽ വെള്ളം ഒഴുകുന്നത്, ഓരോ കമ്പാർട്ട്മെന്റ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് വിഡ്ത്ത് ഓഫ് ദ വാട്ടർ വേ 15 മീറ്റർ ആണ്. വെച്ചാൽ 30 വിഡ്ത്ത് വന്ന് ഫ്ലൂം ചെയ്ത പോർഷൻ, ഇതിൻ്റെ താഴത്തെ ഡ്രെയിനിൻ്റെ മുകളിൽ വരുന്ന പോർഷൻ 15 മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഈ വിഡ്ത്താണ് 15 എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ 3 ആക്കിയിട്ട്, ഈ ഫിഗർ ഈ ക്വസ്റ്റ്യൻ്റെ അല്ല, അതുകൊണ്ടാണ് ഇതിൽ രണ്ടാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഈ ക്വസ്റ്റ്യനിൽ 3 ഈക്വൽ കമ്പാർട്ട്മെന്റ്സ് ഓഫ് ഈച്ച് 5 മീറ്റർ സെപ്പറേറ്റഡ് ബൈ 0.3 മീറ്റർ തിക്ക് പാർട്ടീഷൻ വോൾസ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്നുള്ള കാണുന്ന വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ 3 കമ്പാർട്ട്മെന്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈച്ച് 5 മീറ്ററിൻ്റെ ആയിട്ട് ഉള്ള 3 കമ്പാർട്ട്മെന്റ്സ്.
അപ്പോൾ നമുക്ക് എത്രയാണോ വിടുത്തുനിന്ന് ആദ്യം നോക്കുക, അതനുസരിച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ 3 എണ്ണം വരണം 2 എണ്ണം വരണം ഒന്നുമില്ല. ഇപ്പോൾ വിടുത്ത് ഇപ്പോൾ 15 ഇല്ല, അതിനും കുറവാണെങ്കിൽ 2 എണ്ണമാക്കി ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 15 ഉള്ള കാരണം നമ്മൾ 3 ഡിവൈഡ് ചെയ്തു. 5 മീറ്ററിൻ്റെ 3 എണ്ണം. ഇനി ഇതിൻ്റെ ഇടയിൽ പാർട്ടീഷൻ വാൾസ് 0.3 പാർട്ടീഷൻ വാൾസ് ആണ് ഇടയിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തിക്നെസ് ഓഫ് ദ ഔട്ടർ വാൾ ഇവിടെ തെറ്റിയിട്ടുള്ളതാണ്, 0.3 അല്ല 0.4 ആണ്. അപ്പോൾ ഇവിടെ ഫിഗറിൽ കറക്റ്റ് കാണിച്ചിട്ടുണ്ട് 0.4 ആണ് ഔട്ടർ വാളിൻ്റെ തിക്നെസ്. അതേപോലെ ബോട്ടം സ്ലാബിൻ്റെ തിക്നെസ്സും 0.4. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതും വേണം, അതേപോലെ ഫിഗറിൽ അത് കാണിക്കും വേണം. ഇവിടെ എഴുതിയിട്ടുണ്ട് ബോട്ടം സ്ലാബ് 0.4 ആണ്. അപ്പോൾ ഓവറോൾ വിഡ്ത്ത് ഇതെല്ലാം കൂടി 15 എന്ന് പറയുന്നത് വെള്ളം ഒഴുകുന്ന ഭാഗം മാത്രമാണ്, 15 മീറ്റർ എന്നുള്ളത്. ഇനി ഇതെല്ലാത്തിൻ്റെയും ഈ സ്ലാബുകളിലൊക്കെ തിക്നെസ് വരുമ്പോൾ എത്രയാണ് വരിക? ഇവിടെ ഒരു 0.4 ഉണ്ട്, 5 മീറ്റർ, ഇവിടെ 0.3, 5 മീറ്റർ, ഇവിടെ 0.3, 5 മീറ്റർ, 0.4. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16.4 മീറ്റർ ആണ് ഓവറോൾ വിഡ്ത്ത് ഓഫ് ദ ട്രഫ്. ഈ ട്രഫിൻ്റെ ഓവറോൾ വിഡ്ത്ത് കിട്ടുക. ഇനി ഹൈറ്റ് ഓഫ് ദ ട്രഫ് എത്രയാണ് ഇതിന് ഹൈറ്റ് കൊടുക്കേണ്ടത്? ഇനി ഹൈറ്റ് കൊടുക്കേണ്ടത് ആദ്യം ഇതിൽ എത്ര വെള്ളം ഒഴുകുന്നുണ്ട്? 1.6 ഡെപ്തിലാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ഡെപ്ത് ഓഫ് ദ വാട്ടർ അതിൻ്റെ കൂടെ ഒരു ഫ്രീ ബോർഡ് നമ്മളൊരു ഹൈറ്റ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, അത് 0.6 ആണ് നോർമലി കൊടുക്കുക. അപ്പോൾ 1.6 + 0.6 2.2 ആണ് ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇൻസ്പെക്ഷൻ റോഡ് ഈസ് പ്രൊവൈഡഡ് ഓൺ ദ ലെഫ്റ്റ് എക്സ്ട്രീം കമ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് കണ്ടോ, ഒരറ്റത്തുള്ള ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ ഇൻസ്പെക്ഷൻ റോഡ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ കൊടുക്കണം. ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ ഡിസൈൻ്റെ ഇതിൽ എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ ലെഫ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇൻസ്പെക്ഷൻ റോഡ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് എഴുതി വയ്ക്കാം. അപ്പോൾ അക്യുഡക്റ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് വരെ നമുക്ക് ചെയ്യാനുള്ളൂ. പക്ഷേ സൈഫൺ അക്യുഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഇതല്ല. സൈഫൺ അക്യുഡക്റ്റ് എന്ന് പറയുമ്പോഴുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, താഴത്തെ വെള്ളം ഒഴുകുന്നുണ്ട് ഡ്രെയിന്, അതിൻ്റെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലാണ്. പക്ഷേ ഇതിൻ്റെ ബെഡിനേക്കാളും മുകളിൽ ഇപ്പോൾ ഈ ലെവലിലൊക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ വാട്ടർ ലെവൽ നിൽക്കുന്നത്. അപ്പോൾ താഴെ നിന്നുള്ള വാട്ടറിൻ്റെ പ്രഷർ ഈ മുകളിലത്തെ കനാലിൻ്റെ ട്രഫുമേ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇതുകൂടി നമ്മൾ നോക്കണം. അതനുസരിച്ചിട്ട് വേണം അതിനുള്ള എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നമ്മളതിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് സൈഫൺ അക്യുഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്സ് കൂടുതലായിരിക്കും. അക്യുഡക്റ്റ് ആണെങ്കിൽ ഇവിടം വരെ മതി നമുക്ക്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെഡ് ലോസ് ത്രൂ ദ സൈഫൺ ബാരൽ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് ഈ താഴെ ഡ്രെയിൻ ഒഴുകുന്ന ഈ പോർഷനെയാണ് നമ്മൾ സൈഫൺ ബാരൽ എന്ന് പറയാം. സൈഫൺ ബാരലിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം അപ് സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് ഒഴുകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഹെഡ് ലോസ് ഇത് ഒരു അപ് സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് വെള്ളം ഒഴുകുമ്പോൾ അവിടെ ഹെഡ് ലോസ് വരുന്നുണ്ടെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നതാണ് അൺമീൻസ് ഇക്വേഷൻ. ഹെഡ് ലോസ് കാണാനുള്ള ഇക്വേഷൻ ആണ്. അതിൽ H = 1 + F1 + F2 L/R × V²/2g. ഈ ഇക്വേഷനിൽ ഡയറക്റ്റായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ലോസ് എത്രയാണെന്നുള്ളത് കിട്ടും. അതിലത്തെ ഓരോ ടേംസ് നമുക്ക് നോക്കാം. F1 എന്ന് പറയുന്നത് എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് ഹെഡ് ലോസ് അറ്റ് ദ എൻട്രി. അത് 0.505 ആണ്. ഫോർ അൺഷേപ്ഡ് മൗത്ത് ആണെങ്കിൽ 0.505 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കേസ് എന്ന് പറയുന്നത് അൺഷേപ്ഡ് മൗത്ത് ആണ്. അപ്പോൾ F1ൻ്റെ വാല്യൂ 0.505 ആണ്. നിങ്ങളുടെ ഡിസൈനുകളൊക്കെ ഇത് തന്നെയാണ് വരിക, ഇതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. ഇനി F2 എന്ന് പറയുന്നത് ഈ A, B എന്ന് പറയുന്ന രണ്ട് ടേംസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. A × 1 + D/R. എയും ബിയും കോൺസ്റ്റൻസ് ആണ്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സർഫസ് ഓഫ് ദ ബാരൽ. ഈ ബാരലിൻ്റെ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ്. ഇപ്പം സ്മൂത്ത് അയൺ പൈപ്പ് ആണെങ്കിൽ വേറെ വാല്യൂസ് ആയിരിക്കും, ബ്രിക്ക് വർക്ക് ആണെങ്കിൽ വേറെ വാല്യൂസ് ആയിരിക്കും, സ്മൂത്ത് സിമെന്റ് പ്ലാസ്റ്റർ ആണെങ്കിൽ വേറെ വാല്യൂ ആയിരിക്കും. നമ്മുടെ ഇവിടെ കേസ് എന്താ? നമ്മളിവിടെ കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സർഫസ് എന്ന് പറയുന്നത് സിമെന്റ് പ്ലാസ്റ്റർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് ആണ് A = 0.00316, അതേപോലെ B = 0.030. അപ്പോൾ ഈ വാല്യൂ നമുക്ക് കാണാണ്ട് പഠിക്കേണ്ട വാല്യൂസ് ആണ് എയും ബിയും. അപ്പോൾ A, B അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R എന്ന് പറയുന്നത് നമ്മുടെ A/P ആണ്, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്. അപ്പോൾ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ F2 കിട്ടും. അതേപോലെ F2 നമ്മുടെ F1 നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇവിടുത്തെ L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ബാരൽ ഇൻ മീറ്റേഴ്സ്. ഇതിൻ്റെ ലെങ്ത്ത് എത്ര ലെങ്ത്തിലാണ് ഈ ബാരൽ ഒഴുകുന്നത്. പിന്നെ ഇതിൽ വരുന്നത് V ആണ്. V എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ഇൻ മീറ്റേഴ്സ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകുമ്പോൾ എത്ര വെലോസിറ്റിയിലാണ് വെള്ളം ഒഴുകുന്നത്.
ഇത്രയും വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ് ലോസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഇതിൽ വി എന്ന് പറയുന്നത് 2.05 ആണ്. നമ്മൾ മുന്നത്തെ സ്റ്റെപ്പിൽ ചെയ്തിരുന്നു. വെലോസിറ്റി ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡ്രെയിനേജ് വാട്ടർവേയുടെ ഡിസൈനിന്റെ സ്റ്റെപ്പിൽ ചെയ്തിരുന്നു. 2.05 ആണ് നമ്മുടെ ആക്ച്വൽ വെലോസിറ്റി വരുന്നത്. അപ്പോൾ ഈ വെലോസിറ്റി കൂടിയാണ് എന്ത് ബാരലിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ഒഴുകുന്നത്. അപ്പോൾ വി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ അതാണ് 2.05 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ വിഡ്ത്ത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനെയാണ് നമ്മളൊരു ബാരൽ എന്ന് പറയണത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം, ഡ്രെയിനിന്റെ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയാ എന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇവിടം വരെ അത് ഒഴുകുന്നുള്ള ലെങ്ത് ആണ് പറയണത്. അപ്പൊ നമുക്ക് താഴത്തെ ലെങ്ത് ആണ് നമ്മൾ ഓൾറെഡി പറയണെന്ന് വെച്ചാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ, ഈ വിഡ്ത്താണ്. വെച്ചാൽ ഇതിന്റെ അത്രയും വിഡ്ത്ത് തന്നെയാണ് താഴെയും വരണത്. അതിന്റെ ഉള്ളിൽ കൂടെയാണ് ഇവിടുന്ന് വെള്ളം ഇവിടുന്ന് ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റേ ഡയറക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഇത് അപ്സ്ട്രീം, ഇത് ഡൗൺ സ്ട്രീം. അവിടുന്ന് വെള്ളം ഇവിടുന്ന് ഇങ്ങനെ ഒഴുകുന്നു. അപ്പൊ ഈ ബാരലിന്റെ ഉള്ളിൽ കൂടെ ഒഴുകുമ്പോൾ ഈ ബാരലിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ, ഇവിടെ തൊട്ട് ഇവിടം വരെയാണ് ലെങ്ത്. അതെന്ന് പറയുന്നത് ഈ മുകളിലത്തെ അതേ എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന വിഡ്ത്താണ്. അതാണ് നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 16.4 എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിക്നെസ് എത്രയാന്നുള്ളത്. ആ ലെങ്ത് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. L is equal to 16.4 മീറ്റർ, R equal to A/P. നമ്മുടെ ഏരിയ ഇപ്പൊ നമ്മൾ പറഞ്ഞു റെക്ടാങ്കുലർ ഷേപ്പ് ആയിരുന്നു. 8 മീറ്റർ ലെങ്ത്തും 2.5 ഹൈറ്റും ആയിട്ടായിരുന്നു നമ്മൾ ഒരു ബാരൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഏരിയ ഡിവൈഡ് ബൈ പി എന്ന് പറയുമ്പോൾ എന്താ, ഇതിൽ ഫുൾ ആയിട്ടാണ് വെള്ളം ഒഴുകുന്നത് അല്ലേ. അപ്പോൾ 4 ഭാഗവും ഇതിന്റെ വെള്ളം ടച്ച് ചെയ്തിട്ടുണ്ടോ. അപ്പൊ 8 + 8 2.5 2.5. അപ്പോൾ പി അതാണ് കിട്ടുക. അപ്പൊ 6 A/P കിട്ടി. ഇനി F2ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പി കിട്ടിയ വാല്യൂസ് എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.33 മീറ്റർ ആണ് നമുക്ക് എന്ത് കിട്ടുക, ലോസ് കിട്ടുക. ഇനി ഇതിൽ ലോസ് കണ്ടുപിടിക്കണം എന്തിനാ, ഇതിൽ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ദ ഡ്രെയിനേജ്. ഇതിൽ അപ്സ്ട്രീമിൽ ഡൗൺ സ്ട്രീമിലത്തെ വാല്യൂ ആണ് 207 മീറ്റർ ഹൈ ഫ്ലഡ് ലെവൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അപ്സ്ട്രീം ഇത്, ഡൗൺ സ്ട്രീം ഇതാണെങ്കിൽ ഡൗൺ സ്ട്രീമിലത്തെ ലെവലാണ് 207. അപ്പോൾ ഇവിടുന്ന് ഹെഡ് ലോസ് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അപ്സ്ട്രീമിലത്തെ കിട്ടാൻ എന്ത് വേണം, ഇവിടുത്തെ വാട്ടർ ലെവലിന്റെ കൂടെ ഇവിടെ സംഭവിച്ച ഹെഡ് ലോസും കൂടെ ആഡ് ചെയ്താലാണ് ഇവിടുത്തെ ഹെഡ് കിട്ടുക അല്ലേ. അപ്പോൾ അപ്സ്ട്രീം ഹൈ ഫ്ലഡ് ലെവൽ ഈസ് ഈക്വൽ ടു 207 + 0.33 207.33 മീറ്റർ. ഇതാണ് അപ്സ്ട്രീമിൽ ഉണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നത്തിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഹെഡ് ലോസ് കണ്ടുപിടിച്ചു, അത് ഇതിന്റെ കൂടെ ആഡ് ചെയ്തു. അപ്പൊ ഇത്രയാണ് അപ്സ്ട്രീമിലത്തെ വാല്യൂ. ഹെഡ് ലോസ് ത്രൂ ദ സൈഫൺ ബാരൽ ഉണ്ടായപ്പോൾ സംഭവിച്ച ലോസ് എത്രയാണ്. ഇനി നെക്സ്റ്റ് ഡിസൈൻ ഓഫ് ദ റൂഫ് ബാരൽ. ഇനി ആ ബാരലിന്റെ സൈഫൺ ബാരലിന്റെ റൂഫ് നമുക്ക് ഡിസൈൻ ചെയ്യണം. റൂഫും ഫ്ലോറും നമുക്ക് ഡിസൈൻ ചെയ്യാനുണ്ട്. അപ്പൊ അതില് റൂഫ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേഴ്സ്റ്റ് കേസിനായിരിക്കണം നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ഏറ്റവും പൊട്ട കേസ് വന്നാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ നോർമൽ കേസുകളാണെങ്കിൽ എന്തായാലും അത് കുഴപ്പമുണ്ടാവാതെ അത് പോവും. അപ്പോൾ നമ്മുടെ 2 വേഴ്സ്റ്റ് കേസുകളാണ് നമുക്കുള്ളത്. വെൻ ദ ട്രഫ് ഈസ് എംപ്റ്റി ആൻഡ് ദ അപ്ലിഫ്റ്റ് ആക്ടിങ് ഓൺ ദ റൂഫ് ബാരൽ. അതേപോലെ വെൻ ദ വാട്ടർ ലോഡ് ഈസ് ആക്ടിങ് ആൻഡ് നോ അപ്ലിഫ്റ്റ്. ഈ ട്രഫ് എന്ന് പറയുന്നത് എന്താ, മുകളിലത്തെ പോർഷൻ, കനാലിലത്തെ വെള്ളം ഒഴുകുന്ന പോർഷൻ. അതേപോലെ ബാരൽ എന്ന് പറയുന്നത് താഴെ ഡ്രെയിൻ ഒഴുകുന്ന പോർഷൻ. നിങ്ങൾക്ക് ഒന്നുകൂടെ ഫിഗറിൽ കാണിച്ചു തരാം ഞാൻ. ഇതില് ഈ പോർഷനാണ് ട്രഫ്, മുകളിലത്തെ കനാൽ ഒഴുകുന്ന പോർഷൻ. അതേപോലെ ഇതാണ് ബാരൽ, താഴെ ഡ്രെയിൻ ഒഴുകുന്ന പോർഷൻ. അപ്പോൾ അത് രണ്ടും കൂടെ വെച്ചിട്ടാണ് നമുക്ക് ഇത് പറയേണ്ടത്. അപ്പൊ ഇതില് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ട്രഫ് എംപ്റ്റി ആണ്, വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ കനാലിൽ വെള്ളം ഒന്നുമില്ല. അതേപോലെ അപ്ലിഫ്റ്റ് ആക്ടിങ് ഓൺ ദ റൂഫ് ബാരൽ, പക്ഷെ താഴെ ഡ്രെയിൻ ഫുൾ ആയിട്ടാണ് ഒഴുകുന്നത്. അപ്പൊ താഴത്തെ ഡ്രെയിനിന്റെ വെള്ളം കാരണം മുകളിലേക്ക് ഉള്ള അപ്ലിഫ്റ്റ് അതുണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ കനാൽ എംപ്റ്റി ആണ്, ഡ്രെയിനിൽ ഫുൾ ആയിട്ട് വെള്ളം ഉണ്ട്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ കനാലിൽ വെള്ളം ഉണ്ട്, പക്ഷെ താഴെ അപ്ലിഫ്റ്റ് ഒന്നും ഇല്ല. വെച്ചാൽ താഴെ ഡ്രെയിന് വെള്ളം ഇല്ല, അത് കാരണം മുകളിലേക്ക് ആക്ട് ചെയ്യണ അപ്ലിഫ്റ്റ് ഒന്നും ഇല്ല. ഇനി നമുക്ക് വേണ്ടത് എന്താ, രണ്ടും ബാലൻസ് ചെയ്ത് പോകണം. മുകളിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും, അതേപോലെ താഴെ അപ്ലിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ 2 ഫോഴ്സുകൾ നമുക്ക് ബാലൻസ് ചെയ്ത് പോകണം. അതാണ് നമ്മുടെ വേണ്ടത്. ഇനി
ഫസ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യാണ് അപ്ലിഫ്റ്റ് ഓൺ ദ റൂഫ് ബാരൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഫ് മുകളിൽ കനാലിൽ വാട്ടർ ഇല്ല, അപ്പോൾ താഴത്തേക്കുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിൽ മുകളിലത്തെ കനാലിൻ്റെ വാട്ടറിൻ്റെ വെയിറ്റ് ഉണ്ടാവില്ല. പക്ഷേ താഴെ നിന്ന് മുകളിലേക്ക് അപ്ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആ കേസാണ് ഫസ്റ്റ് നോക്കണം, അപ്ലിഫ്റ്റ് ഓൺ ദ റൂഫ് ബാരൽ. ഇനി RL ഓഫ് ദ ബോട്ടം ഓഫ് ദ ട്രഫ്, RL ഓഫ് ദ റെഡ്യൂസ് ലെവൽ ഓഫ് ദ ബോട്ടം ഓഫ് ദ ട്രഫിൻ്റെ ബോട്ടം ലെവൽ എത്രയാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു റെഡ്യൂസ് ലെവൽ ഓഫ് ദ കനാലുണ്ട്, കനാലിൻ്റെ ബെഡ് ഉണ്ട്, 206 ആണ്. അതിന്ന് അതിൻ്റെ തിക്നെസ് കുറയ്ക്കണം എന്ന് വെച്ചാൽ മുകളിലത്തെ ട്രഫിൻ്റെ സ്ലാബിൻ്റെ തിക്നെസ് നമ്മൾ കൊടുത്തിരുന്നത് 0.4 ആണ്. ഇവിടെയാണ് ഇതിൽ ഈ ലെവലാണ് 206.4 നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ സ്ലാബിൻ്റെ തിക്നെസ് 0.4 ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ലെവൽ എത്രയാണ്? ഇതിന്ന് 0.4 കുറയ്ക്കുന്നത്. അതാണ് ഈ ലെവൽ എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. എന്താ 206.4 മൈനസ് 0.4. 206 ആണ് എന്ത്? RL ഓഫ് ദ ബോട്ടം ഓഫ് ദ ട്രഫിൻ്റെ ബോട്ടം നിൽക്കുന്ന ലെവൽ 206 ആണ്. ഇനി ഇവിടേക്ക് ഈ ബാരലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമ്പോൾ വരുന്ന ഹെഡ് ലോസ് ഓഫ് ദ ഹെഡ് അറ്റ് ദ എൻട്രി. എത്രയാണ് ഹെഡ് ലോസ് സംഭവിക്കുന്നത്? അത് കാണാനുള്ള ഇക്വേഷനാണ് 0.505 v²/2g. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി 2.5 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.08 മീറ്റർ എന്ന് വരും. ഇനി അപ്ലിഫ്റ്റ് എത്രയാണെന്ന് കാണുകയാണ് നമ്മൾ. ഈ റൂഫുമേ ആക്ട് ചെയ്യുന്ന അപ്ലിഫ്റ്റ് എത്രയാണ് വരിക? അപ്പോൾ അത് കാണാൻ അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ മൈനസ് എൻട്രി ലോസ് മൈനസ് ബോട്ടം ഓഫ് ദ ലെവൽ ഓഫ് ദ റൂഫ് സ്ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വാട്ടറിൻ്റെ പ്രഷറാണ് അതുമേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ 207.33 എന്ന് പറയുന്നത് അപ്സ്ട്രീമിൻ്റെ ഫുൾ സപ്ലൈ ലെവൽ നമ്മൾ കണ്ടുപിടിച്ചു, മുന്നത്തെ സ്റ്റെപ്പിൽ കണ്ടത്. അപ്സ്ട്രീം ഫുള്ളായിട്ട് ഒഴുകുമ്പോൾ അപ്സ്ട്രീമിൽ വരുന്ന ലെവൽ. അതിന്ന് എൻട്രി ലോസ് കുറച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ കുറയും. അതേപോലെ ബോട്ടം ലെവൽ ഓഫ് ദ റൂഫ് സ്ലാബിൻ്റെ ബോട്ടം. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഡിഫറൻസ് ഉള്ള വെള്ളമായിരിക്കും അവിടെ എക്സ്ട്രാ വരുന്നത്. നമ്മളിപ്പോൾ ആ കേസ് നോക്കുന്നത് വെള്ളം ഒഴുകുന്നത് ഡ്രെയിനിലത്തെ വെള്ളം കൂടുതലാണ്. പിന്നെ ശരിക്കും ഒരു കുഞ്ഞൊരു ഓട്ട, അതിൻ്റെ ഉള്ളിൽ അതിനേക്കാൾ വലിയ കുറേ വാട്ടറാണ് കയറി പോകുന്നത്. അപ്പോൾ എത്ര ആണ് എക്സ്ട്രാ അവിടെ വരുന്ന ഹെഡ്, അതാണ് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായിരിക്കും അവിടെ അപ്ലിഫ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക ആ റൂഫ് സ്ലാബും. അപ്പോൾ അതിൻ്റെ റൂഫ് സ്ലാബുമുള്ള പ്രഷർ അപ്ലിഫ്റ്റ് ഇത് ഹെഡാണ്. അപ്പോൾ പ്രഷർ കാണാൻ ഹെഡ് ഇൻറ്റു 10, ദാറ്റ് ഈസ് സ്പെസിഫിക് വെയിറ്റ് 10 നോട്ടാൽ മതി. 10 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുക 12.22 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത്രയാണ് താഴെ നിന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന അപ്ലിഫ്റ്റ്. ഇനി ഇതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് മുകളിൽ നിന്ന് ആക്ട് ചെയ്യുന്നത് എന്താ? ഈ റൂഫിൻ്റെ വെയിറ്റ് മാത്രമേ താഴോട്ട് ആക്ട് ചെയ്യാനുള്ളൂ. ഈ ട്രഫിൽ അല്ലെങ്കിൽ കനാലിൽ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ആ വെള്ളത്തിൻ്റെ വെയിറ്റും കൂടി താഴേക്ക് ആക്ട് ചെയ്തേനെ. പക്ഷെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന കേസിൽ എന്താ? മുകളിലത്തെ ട്രഫ് എംറ്റി ആണ്, വെള്ളം ഇല്ല. അപ്പോൾ ആകെ കൂടെ താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ആ സ്ലാബിൻ്റെ വെയിറ്റ് മാത്രമാണ്. അത് സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ കോൺക്രീറ്റ് 24 × 0.4 ആണ് അതിൻ്റെ തിക്നെസ്. അപ്പോൾ 9.6 ആണ്. അപ്പോൾ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത് 12 ആണ്, താഴോട്ട് ആക്ട് ചെയ്യുന്നത് 9.6 ആണ്. അപ്പോൾ 2.62 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അവിടെ എക്സ്ട്രാ ആണ്. ഇത്രയും ഫോഴ്സിനെ ഇത്രയും പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒന്നും അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ പറയേണ്ടത് എന്താ? ഹെൻസ് 2.62 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഹാസ് ടു ബി റെസിസ്റ്റഡ് ബൈ ദ റെയിൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് അറ്റ് ടോപ്പ് റൂഫ് സ്ലാബ്. റൂഫ് സ്ലാബിൻ്റെ ടോപ്പിൽ നമ്മൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള റെയിൻഫോഴ്സ്മെന്റ് അവിടെ കൊടുക്കണം. നമ്മളിപ്പോൾ ഈ ഡിസൈനിങ്ങിനെല്ലാം ചെയ്യുന്നത് ആദ്യം പ്രഷറുകൾ നോക്കും. താഴെ നിന്ന് ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ്, മുകളിൽ നിന്ന് താഴോട്ട് ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ്. അപ്പോൾ അതിൽ ബാലൻസ് ചെയ്ത് പോവാത്തത് എത്രയാണ് വരുന്നത്, ബാക്കി അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള റെയിൻഫോഴ്സ്മെന്റ് അവിടെ കൊടുക്കണം. അപ്പോൾ ഈ കേസ് പോലെ തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാനുള്ളത്. ഇതിലെന്താണ്? വെൻ വാട്ടർ ലോഡ് ഈസ് ആക്ടിങ് ബട്ട് നോ അപ്ലിഫ്റ്റ്. ഇതിൽ താഴേന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന അപ്ലിഫ്റ്റ് ഇല്ല, പക്ഷെ മുകളിൽ നിന്ന് താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന വാട്ടറിന്റെ ലോഡ് ഉണ്ട്. അപ്പോൾ ഡൗൺവേർഡ് ആയിട്ട് വാട്ടറിന്റെ ഡെപ്ത് എത്രയാണ്? 1.6 കനാലിൽ വെള്ളം ഒഴുകുന്നത് ഇൻറ്റു 10 സ്പെസിഫിക് വെയിറ്റ് ഓഫ് ദ വാട്ടർ. അപ്പം നമുക്ക് 16 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അവിടെ വരുന്ന ഡൗൺവേർഡ് വാട്ടറിന്റെ മാത്രം വെയിറ്റ്. ഇനി കോൺക്രീറ്റിന്റെ വെയിറ്റ് നമ്മൾ മുന്നേ കണ്ട പോലെ തന്നെ 9.6. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് താഴത്തോട്ട് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് 16 + 9.6
25.6 താഴത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് ഒന്നുമില്ല, അപ്ലിഫ്റ്റ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ട്രെയിൻ വെള്ളം ഇല്ലാണ്ടാണ് കിടക്കണത്. അപ്പോൾ താഴ്ന്ന് വെള്ളത്തിന്റെ പ്രഷർ ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൽ പറയേണ്ടത് എന്താ, സ്യൂട്ടബിൾ റെയിൻഫോഴ്സ്മെന്റ് ഷുഡ് ബി പ്രൊവൈഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സ്ലാബ് ടു റെസിസ്റ്റ് ദ ഫോഴ്സ്. അപ്പോൾ ഇതിനെ ഇത്രയും ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള റെയിൻഫോഴ്സ്മെന്റ് നമ്മളവിടെ കൊടുക്കണം, ഇതാണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡിസൈനാണ് റൂഫിന്റെ ആണ്, ബാരലിന്റെ റൂഫാണ് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സെക്ഷൻ നമുക്ക് നോക്കുകയാണ്. അപ്പോൾ ഇത് ട്രഫിന്റെ 3 കമ്പാർട്ട്മെന്റ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 5 മീറ്റർ 5 മീറ്റർ 5 മീറ്റർ. ഇതിന്റെ ഇടയിലത്തെ 0.3 മീറ്റർ, ഇത് 0.4 ഇതേപോലെ താഴെയും 0.4. അപ്പോൾ ഈ ലെവലാണ് 206.4. അന്ന് 0.4 കുറച്ചാലാണ് 206 കിട്ടുക. അതേപോലെ ലെഫ്റ്റ് എൻഡിൽ ഇൻസ്പെക്ഷൻ റോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഡൗൺ സ്ട്രീമിൽ ഹൈ ഫ്ലഡ് ലെവൽ 207 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹെഡ് ലോസ് കണ്ടുപിടിച്ച് 0.3 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ അപ് സ്ട്രീമിൽ ഉണ്ടാവുക 207.3 ആണ്. പക്ഷേ ഇത്രയും ലെവൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ 0.3 ലോസ് കഴിഞ്ഞ് ഇവിടെ 207 ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ ഹൈറ്റ് ഇത്രയും വാട്ടർ ഡെപ്ത് വന്ന് 1.6 ആണ്. അതിന്റെ കൂടെ 0.6 കൂടിയും ഫ്രീ ബോർഡ് നമ്മൾ കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുക 208.6 ആണ്. പിന്നെ ഇത് ഡ്രെയിനിന്റെ പോർഷനാണ്. ഡ്രെയിനിന്റെ വിഡ്ത്ത് 16.4 ആണ്. പിന്നെ ഇതൊക്കെ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളാണ്, പ്രൊട്ടക്ഷൻ വർക്ക്. അപ്പോൾ നമുക്ക് സെക്ഷൻ പറഞ്ഞാൽ ഈ ഫിഗറാണ് നമുക്ക് വരയ്ക്കേണ്ടി വരിക. ഇനി ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് താഴത്തെ ഡ്രെയിനിന്റെ ഓരോ ബാരൽസ് ആക്കി ഡിവൈഡ് ചെയ്തതാണ്. ഇതാണ് ഒരു ബാരൽ എന്ന് പറയുന്നത്. 8 മീറ്റർ ലെങ്ത്തും 2.5 8 മീറ്റർ ലെങ്ത്തും 2.5 ഹൈറ്റും ആയിട്ടുള്ള 11 സ്പാനുകളാക്കി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം പോവുക. ഇതിന്റെ മുകളിലാണ് കനാലിന്റെ പോർഷൻ ഉള്ളത്. ഇനി 8th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ദ ബോട്ടം ഫ്ലോർ ഓഫ് ബാരൽ. ബാരലിന്റെ ബോട്ടം ഫ്ലോർ ഇനി എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന്റെ ഡിസൈനിങ്ങിൽ നമ്മൾ നോക്കുന്നത് ആദ്യം ബാരലിന്റെ ഫ്ലോർ എവിടെയാണ് വരുന്ന റെഡ്യൂസ് ലെവല്. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രഫിന്റെ ബോട്ടം 206 അതിന്റെ കൂടെ ഇപ്പം ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം, ഇവിടെ ട്രഫിന്റെ ബോട്ടം വരുന്നത് 206 ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് 2.5 ആണ്. ബാരലിന്റെ ഹൈറ്റ് 2.5. പിന്നെ ഇവിടെ ഇതിന്റെ താഴെയാണ് നമ്മൾ ഇതിന്റെ ഫ്ലോർ കൊടുക്കുന്നത്. ഈ ഫ്ലോറാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഡിസൈൻ ചെയ്തത് ഇതിന്റെ തിക്നെസ് ആയിരുന്നു. ഇത് ഈ ബാരലിന്റെ റൂഫിന്റെ ആണ് ഡിസൈൻ ചെയ്തത്. ഇനിയിപ്പോൾ ചെയ്യുന്നത് ബാരലിന്റെ ഫ്ലോർ ഇതിന്റെ ഡിസൈൻ ആണ്. അപ്പൊ ഇതിന്റെ ഡിസൈൻ ഇതിന്റെ റെഡ്യൂസ് ലെവൽ എത്ര വരുന്നതാണ് നോക്കണം. അപ്പൊ ഇവിടം വരെ നമുക്ക് ലെവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു 206 ആണെന്ന്. അതൊന്ന് 2.5 ആണ് ഇതിന്റെ ഹൈറ്റ്. അപ്പൊ ഇത് കുറച്ചാൽ ഇതിന്റെ ഈ ലെവൽ എത്രയാണെന്ന് കിട്ടും. പിന്നെ ഈ ഫ്ലോറിന്റെ തിക്നെസ് എത്രയാണ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവൽ എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് 2.5 ആണ്. അപ്പൊ 203 കിട്ടും. ഇനി നമ്മൾ ഫ്ലോറിന്റെ ഹൈറ്റ് തിക്നെസ് കൊടുക്കുന്നത് 0.8 ആണ്. അങ്ങനെയാണെങ്കിൽ 0.8 കൂടി കൊടുത്താൽ 202.7 ഏറ്റവും ബോട്ടം ഓഫ് ദ ഫ്ലോർ നിൽക്കുന്നുണ്ടാവുക. ഇനി അവിടുത്തെ ബെഡ് ലെവല് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 204.5 അവിടുത്തെ ജനറൽ ബെഡ് ലെവൽ നിൽക്കുന്നത്. ഇനി അസ്യൂമിങ് ദാറ്റ് ദ വാട്ടർ ടേബിൾ ഹാസ് ഗോൺ അപ്പ് ടു ദ ബെഡ് ലെവൽ ദ സ്റ്റാറ്റിക് അപ്ലിഫ്റ്റ് ഓൺ ദ ഫ്ലോർ. ഇനി ഫ്ലോറുമ നമുക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവുക സ്റ്റാറ്റിക് ഹെഡും സീപ്പേജ് ഹെഡും ആണ്. ഇത് രണ്ടും കൂടിയിട്ടായിരിക്കും ഫ്ലോറുമ ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് രണ്ടും നമുക്ക് കണ്ടുപിടിച്ചിട്ടാണ് അതിന്റെ പ്രഷർ എത്രയാണെന്നുള്ളത് നോക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയുന്നത് ജനറൽ ബെഡ് ലെവലും നമ്മുടെ ഫ്ലോറിന്റെ ബോട്ടം ലെവൽ നമ്മൾ എവിടെയാണ് കൊടുക്കണം. അത് രണ്ടും നമ്മുടെ ഡിഫറൻസ് ആണ് ഈ സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ 204.5 ബോട്ടം ലെവൽ 202 ആണ്. അത് രണ്ടും നമ്മുടെ ഡിഫറൻസ് 1.8 ആണ് നമ്മുടെ സ്റ്റാറ്റിക് ഹെഡ് എന്ന് പറയുന്നത്. ഇനി സീപ്പേജ് ഹെഡ് എന്ന് പറയുന്നത്, ഈ സീപ്പേജ് ഹെഡ് കാണാനായിട്ട് ഈസ് മാക്സിമം വെൻ ദ കനാൽ വിൽ റൺ ഫുൾ ആൻഡ് ഡ്രെയിൻ ഈസ് ഡ്രൈ. ഡ്രെയിൻ ഡ്രൈ ആയിട്ടും അതേപോലെ കനാൽ ഫുള്ളായിട്ട് ഒഴുകുമ്പോഴാണ് നമ്മുടെ മാക്സിമം സീപ്പേജ് ഹെഡ് വരുന്നത്. അത് കാണാനായിട്ട് 208 മൈനസ് 204.5. പക്ഷേ ഈ 204 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ബെഡ് ലെവലാണ്, ഡ്രെയിനിന്റെ ബെഡ് ലെവല്. 208 എന്ന് പറയുന്നത് കനാലിന്റെ ഹൈ ഫ്ലഡ് ലെവലാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവിടുത്തെ സീപ്പേജ് ഹെഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ഇതില് സീപ്പേജിന്റെ
ഇപ്പോൾ ഇതാണ് നമ്മുടെ സെക്ഷൻ കാണിക്കുന്നത്. 30 മീറ്റർ വിടുത്ത് നിന്ന് 15 ആക്കി ഫ്ലൂം ചെയ്ത് വരുന്നത്. ഇതിൻ്റെ നമ്മൾ താഴത്തെ പോർഷനാണ് നോക്കുന്നത്. ഇത് മുകളിൽ നിന്നുള്ള കനാലിൻ്റെ പോർഷനാണ്. ഇതിൻ്റെ താഴെ ഡ്രെയിനിൻ്റെ അവിടെയാണ് നമ്മൾ നോക്കണേ. അപ്പോൾ ഇതിൽ പറയുന്നത് തിയറി പറയുന്നതാണ് സീപ്പേജ് ഉണ്ടാകുന്ന ലൈൻ എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ലൈനിലാണ് സീപ്പേജ് ഉണ്ടാവുക. നമ്മൾ ബ്ലിക്സ് തിയറിയിൽ പറഞ്ഞിരുന്നു സീപ്പേജ് എന്ന് പറയുന്നത് പൈലിന് അതിനെ ടച്ച് ചെയ്തിട്ടാണ് ഒഴുകുക. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ സീപ്പേജ് ലെങ്ത് എത്രയാണെന്നുള്ളത് കിട്ടുക. അപ്പോൾ ഈ ABCയുടെ ലെങ്ത് കിട്ടിയാലാണ് നമുക്ക് ടോട്ടൽ സീപ്പേജ് ലൈൻ കിട്ടുക. അതിൽ A തൊട്ട് B വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? A തൊട്ട് ഇവിടം വരെ എന്താണ്? ഇവിടെ ട്രാൻസിഷൻ ആണല്ലേ, 15 മീറ്റർ ട്രാൻസിഷൻ. അത് നമുക്കറിയാം ഇവിടെ തൊട്ട് ഇവിടം വരെ. ഇനി ഇതെന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഒരു ബാരലാണ്, അതിൻ്റെ ലെങ്ത് 8 മീറ്റർ ആണ്. B എന്ന് പറയുന്നത് അതിൻ്റെ സെൻറ്റർ പോർഷൻ ആണ്, അപ്പോൾ 4 ആണ്. അപ്പോൾ A തൊട്ട് B വരെ എന്താണ്? 15 + 4 19 ആണ്. ഇനി കാണേണ്ടത് B തൊട്ട് C വരെയുള്ള ലെങ്ത് ആണ്. അതിൽ ഈ ഫുൾ ഫ്ലോറിൻ്റെ ലെങ്ത് നമ്മൾ 30 മീറ്റർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇത് തൊട്ട് ഇവിടം വരെയുള്ള ഫ്ലോറിൻ്റെ ലെങ്ത് 30 മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹാഫ് ആയിരിക്കും BC എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 15 ആണ് BC എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് കിട്ടാൻ 19 + 15 34 ആണ് ടോട്ടൽ ക്രീപ്പ് ലെങ്ത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് റെസിഡ്യൂൽ ഹെഡ് കാണുകയാണ്. റെസിഡ്യൂൽ ഹെഡ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾക്ക് അറിയാം, H × 1 - L/L നമ്മൾ ചെയ്യാറുണ്ട്. ഇതിൽ ഏത് പോയിന്റിലാണോ സീപ്പേജ് ഹെഡ് നമ്മൾ നോക്കണേ അവിടെ വരെയുള്ള ലെങ്ത് ആണ്. ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് റെസിഡ്യൂൽ ഹെഡ് അറ്റ് B എന്ന് പറയുന്ന പോയിന്റിലത്തെയാണ് കാണുന്നത്. അപ്പോൾ അതിൽ സ്മോൾ L എന്ന് പറയുന്നത് എന്താ? A തൊട്ട് B വരെയുള്ള ലെങ്ത്തും ക്യാപിറ്റൽ L എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത്, ABC എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത്തും. നമ്മൾ ആ ബ്ലിക്സ് തിയറിയിൽ പ്രോബ്ലം ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലത്തെ റെസിഡ്യൂൽ ഹെഡ് കാണാനായിട്ട് ടോട്ടൽ ഹെഡാണ്, എല്ലാ ലെങ്ത്തുകളും കൂടി ആഡ് ചെയ്താണ് ക്യാപിറ്റൽ L. ഏത് പോയിന്റാണ് കൺസിഡർ ചെയ്യുന്നത് അവിടെ വരെയുള്ള ലെങ്ത് ആണ് സ്മോൾ L എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ അവിടെ കൊടുത്തു. A തൊട്ട് B വരെയുള്ള ലെങ്ത് സ്മോൾ L-ഉം ടോട്ടൽ ലെങ്ത് 34 ക്യാപിറ്റൽ L-ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിഡ്യൂൽ ഹെഡ് 1.55 കിട്ടി. അപ്പോൾ ടോട്ടൽ സീപ്പേജ് ഹെഡ് സ്റ്റാറ്റിക് + സീപ്പേജ് ഹെഡ്, സീപ്പേജ് സ്റ്റാറ്റിക് കിട്ടുക 1.8, അതേപോലെ സീപ്പേജ് ഹെഡ് 1.55. അപ്പോൾ 3.35 മീറ്റർ ഓഫ് വാട്ടർ. ഇത്രയാണ് നമുക്ക് വരുന്ന അവിടുത്തെ അപ്ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹെഡാണ് എത്ര മീറ്റർ ആണ്. അപ്പോൾ അതിനെ പ്രഷറാക്കി മാറ്റുമ്പോൾ × 10 ചെയ്ത് കഴിഞ്ഞാൽ 33.5 kN/m² കിട്ടി. ഇതാണ് അപ്ലിഫ്റ്റ്. താഴെ നിന്ന് മുകളിലേക്ക് ഈ ഫ്ലോറും ആക്ട് ചെയ്യുന്നുണ്ടാവുക. നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്ന ബാരലിൻ്റെ ഫ്ലോറാണ്. അപ്പോൾ ഫ്ലോറിൻ്റെ താഴത്തേക്ക് കൂടെ ഒഴുകി വരുന്ന വെള്ളമായിരിക്കും. അതാണ് ഇവിടെ അപ്ലിഫ്റ്റ് ആയിട്ട്, ഇത്രയാണ് നമ്മൾ അപ്ലിഫ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് മുകളിലത്തെ സ്ലാബ് സെൽഫ് വെയിറ്റ്, അതിൻ്റെ സെൽഫ് വെയിറ്റ് ആണ് താഴത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞു 0.8 മീറ്റർ വിടുത്തുള്ള സ്ലാബാണ് നമ്മൾ കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് 24 × 0.8 19.2 ആണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴെ മുകളിലേക്ക് 33ഉം മുകളിൽ നിന്ന് താഴത്തോട്ട് 19.2 ആണ്. നമ്മളിപ്പോൾ ഈ കേസിൽ പറഞ്ഞിരുന്നു ഡ്രെയിൻ ഡ്രൈ ആണ് വെച്ച് കഴിഞ്ഞാൽ ഡ്രെയിനിൽ കൂടെ വെള്ളമൊന്നും ഒഴുകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇതിൻ്റെ വെയിറ്റ് മാത്രം, ഫ്ലോറിൻ്റെ മാത്രം, അതിലത്തെ വെള്ളത്തിൻ്റെ വെയിറ്റ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വരിക 14.3 kN/m² ആണ്. അപ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്യൂട്ടബിൾ റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മളിവിടെ കൊടുക്കണം. ഫ്ലോറ് റൂഫ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യണേ. ഇവിടുത്തെ വേസ്റ്റ് കേസ് എന്ന് പറയുന്നത് കനാലിൽ വെള്ളമുണ്ട് പക്ഷേ ഡ്രെയിനിൽ വെള്ളം ഇല്ലാത്ത കേസാണ്. അപ്പോൾ ഫ്ലോറാണ് നമ്മൾ ഡ്രെയിനിൻ്റെയും താഴത്തെ ഫ്ലോറാണ് നമ്മൾ ഡിസൈൻ ചെയ്യണേ. അപ്പോൾ ഫിഗർ കാണിച്ചു തരാം. ഈ ഡ്രെയിനിൻ്റെ താഴെ ഈ ഫ്ലോറാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഡ്രെയിനിൽ വെള്ളമൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ താഴത്തോട്ട് ആക്ട് ചെയ്യുന്ന ഈ ഫ്ലോറിൻ്റെ വെയിറ്റ് മാത്രമേ താഴത്തോട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ താഴത്തോട്ടൊക്കെ മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന അതാണ് അപ്ലിഫ്റ്റ് പ്രഷർ. അത് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള റെയിൻഫോഴ്സ്മെൻറ്റ് നമുക്ക് അവിടെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഫ്ലോർ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിസൈൻ ഓഫ് പ്രൊട്ടക്ഷൻ വർക്കുകൾ. ഇവിടെ ഈ ഫ്ലോർ കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇതൊക്കെയാണ് പ്രൊട്ടക്ഷൻ വർക്കുകൾ എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ കട്ട് ഓഫ് പൈലുകൾ കൊടുക്കുന്നുണ്ട്. ഇത് കട്ട് ഓഫ് പൈലാണ്, അപ്സ്ട്രീം കട്ട് ഓഫ് പൈല്, ഇത് ഡൗൺ സ്ട്രീം കട്ട് ഓഫ് പൈല്. ഇവിടെ ഡെപ്ത് ഓഫ് ദ കട്ട് ഓഫ് കാണാനുള്ള ഇക്വേഷനാണ് 1.5 × R. അതിൽ R എന്ന് പറയുന്നതാണ് ഡെപ്ത് ഓഫ് ദ സ്കോർ. അത് കാണാനുള്ള ഇക്വേഷനാണ് അത് 0.47 × Q/F raised to 1/3. Q എന്ന് പറയുന്നത് ഇവിടുത്തെ ഡ്രെയിനിലത്തെ ഡിസ്ചാർജ്, അത് 450 ആണ്.
അപ്പോൾ അത് എഫ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് 1 ആണ്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3.6 കിട്ടും. അത് 1.5 × 3.6 നമുക്ക് വരുമ്പോൾ 5.4 മീറ്റർ ആണ് കിട്ടുക. കട്ട് ഓഫിൻ്റെ ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ഓഫ് പൈല് കൊടുക്കേണ്ട ഡെപ്ത്. അപ്പോൾ അത് എത്ര ഡെപ്ത് വരെ കൊടുക്കണം എന്നാണ്. ഇവിടെ ആറിൽ ഓഫ് ദ ബോട്ടം ഓഫ് ദ അപ്സ്ട്രീം കട്ട് ഓഫ് പൈൽ, ഇവിടെ കട്ട് ഓഫ് പൈല് വരുന്ന ഡെപ്ത് എത്ര ആറിലാണ് വരുന്നത്. അപ്സ്ട്രീം ഹൈ ഫ്ലഡ് ലെവൽ മൈനസ് ഡെപ്ത് ഓഫ് ദ കട്ട് ഓഫ്. അപ്സ്ട്രീമിലത്തെ ഹൈ ഫ്ലഡ് ലെവല് ഇതാണ്. അപ്സ്ട്രീമിൻ്റെ ഹൈ ഫ്ലഡ് ലെവലിൽ നിന്ന് ഈ ഡെപ്ത് ഓഫ് ദ കട്ട് ഓഫ് മൈനസ് ചെയ്യണം. അപ്പോൾ 5.4 ദാറ്റ് ഈസ് 201.93 ഇതിൻ്റെ ബോട്ടം വരേണ്ടത്. ഇനി അപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തു 201.93 കട്ട് ഓഫിൻ്റെ ബോട്ടം വരേണ്ടത്. അതേപോലെ തന്നെ ഇനി നമുക്ക് ഡൗൺ സ്ട്രീമിൻ്റെയും കാണണം. ഡൗൺ സ്ട്രീമിൻ്റെ ഡെപ്ത് കാണാൻ ഇക്വേഷൻ 1.5 × 6 തന്നെയാണ്. 6 സെയിം തന്നെയാണ്. 6 നമുക്ക് കിട്ടുക. അപ്പോൾ ഡെപ്ത് ഓഫ് ദ കട്ട് ഓഫ് 5.4 തന്നെയാണ്. ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ HFL എന്ന് പറയുന്നത് 207 ആണ്. ഇവിടെ 207.33 ആയിരുന്നു, ഇവിടെ 207 ആണ്. 207 5.4 കുറച്ചാൽ 201.6 ഇതിൻ്റെ ഡെപ്ത് ബോട്ടം വരേണ്ടത്. ഇനി നെക്സ്റ്റ് ലെങ്ത് ഓഫ് ദ പ്രൊട്ടക്ഷൻ വർക്കുകൾ. ഇതാണ് ഇവിടെ കൊടുക്കുന്ന രണ്ട് സൈഡിലും കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ വർക്കുകൾ. അപ്സ്ട്രീമിൽ നമ്മൾ കൊടുക്കുന്നത് 40 സെന്റിമീറ്റർ തിക്ക് ബ്രിക്ക് പിച്ചിങ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 40 സെന്റിമീറ്റർ തിക്ക് ബ്രിക്ക് പിച്ചിങ് ആണ്. അത് കാണാൻ ഇക്വേഷൻ ആണ്. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് കിട്ടും. ദാറ്റ് ഈസ് 3.2 മീറ്റർ ആണ്. അതേപോലെ ലെങ്ത് ഓഫ് ദ ഡൗൺ സ്ട്രീം അതിലും നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും കിട്ടും. നമുക്ക് 5.8 മീറ്റർ ആണ് അവിടെ വരുന്നത് ലെങ്ത്. ഈ ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ്റെ വരുന്ന ലെങ്ത്തുകൾ. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റെപ്പുകൾ ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കി 9 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അതിൽ എല്ലാ സ്റ്റെപ്പുകളും നമുക്ക് നോക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കി 9 സ്റ്റെപ്സ് ആണ് നമുക്ക് വരുന്നത്. അതിൽ ഫസ്റ്റത്തെ 5 സ്റ്റെപ്പുകൾ അക്യുഡക്റ്റ് ആണെങ്കിൽ അത് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. ആദ്യത്തെ ഡിസൈൻ ഓഫ് ദ ഡ്രെയിനേജ് വാട്ടർവേ, കനാൽ വാട്ടർവേ, ബെഡ് ലെവൽ അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻ, ട്രാൻസിഷൻ, ട്രഫ്, ഇതുവരെ നമുക്ക് അക്യുഡക്റ്റിൻ്റെ ഡിസൈനിൽ വരിക. ഇനി സൈഫൺ അക്യുഡക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത്രയും സ്റ്റെപ്പുകൾ, റൂഫിൻ്റെ ബാരലും ഫ്ലോറും അതേപോലെ പ്രൊട്ടക്ഷൻ വർക്കുകളും നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ ഫിഗർ നമുക്ക് ഇടയിൽ കാണിച്ച പോലെ സെക്ഷൻ അതേപോലെ പ്ലാനൊക്കെ ഇതിൻ്റെ ഡിസൈനായിട്ട് വരയ്ക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഡിസൈൻ ഇത്രയും സ്റ്റെപ്പുകൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.